പാർവതി. ഞാൻ കാലിക്കറ്റ് സൈലം JE സെന്ററിൽ പഠിക്കുന്നു. സൈലത്തിലേക്ക് എത്താനുള്ള മെയിൻ കാരണം ഞാൻ +1 +2 ഒരുപാട് എന്നെ സൈലം ഹെൽപ്പ് ചെയ്തു. അതുകൂടെ തന്നെ ഈ ഹൈബ്രിഡ് സിസ്റ്റം കാര്യം എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത കാര്യം പിറ്റേ ദിവസം വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്നില്ലത് കൊണ്ട് നമുക്ക് ഒരുപാട് ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് ഒരുപാട് ഡെപ്തിൽ അറിയാനും അത് മനസ്സിലാക്കാനും അത് നന്നായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. കുറച്ച് ഓൺലൈൻ ക്ലാസ് കേട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് പിറ്റേ ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി അതിൽ വേറെയും കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ എന്തായാലും നമ്മൾ തറവായിട്ട് മാത്രമേ അന്നത്തെ ദിവസം എത്തുന്നുണ്ടാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ടൈം മാനേജ്മെന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൈം എഫിഷ്യൻസി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണമെന്ന് പഠിച്ചു. ഇപ്പൊ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് ഇത്ര എളുപ്പമായിരുന്നു ഈ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് അതിപ്പാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്, എങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അത് ഏതെല്ലാം രീതിയിൽ ചിന്തിച്ചാണ് അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റി. സൈലം നടത്തുന്ന എല്ലാ മോക്ക് ടെസ്റ്റും ഇപ്പം ശരിക്കും JEന്റെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെ ടൈം മാനേജ്മെന്റ് കൃത്യമായി അറിയാൻ പറ്റും. പിന്നെ ഏത് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും, ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഏത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ഏത് ആദ്യം സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ കിട്ടുകയാണ്. അപ്പം നമ്മൾ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് ശരിക്കും JEയിലേക്കുള്ളൊരു വലിയൊരു നല്ല കാര്യം തന്നെയാണത്. ഒന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. പിന്നെ നമുക്ക് ഒരു കാര്യം ഒരുപാട് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു വട്ടം പഠിക്കും. പിറ്റേ ദിവസം DTSന് വേണ്ടി ആ കാര്യം ആദ്യം പഠിക്കുന്നു. പിറ്റേ ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് ടീച്ചേഴ്സ് എടുക്കുമ്പോൾ അത് മൂന്നാമത്തെ ഒരു വട്ടം റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു ടോപ്പിക് തന്നെ മിനിമം 3 പ്രാവശ്യം ഒരു 2 ദിവസം കൊണ്ട് റിവൈസ് ചെയ്തു. പിന്നെ അത് ഒരു ചാപ്റ്റർ വൈസ് എക്സാമിനും GABക്കും വേണ്ടി വീണ്ടും പഠിക്കുമ്പം അത്രത്തോളം റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. പിന്നെ സൈലം തരുന്ന DPP ആണെങ്കിൽ ഒരുപാട് PYQs അതിലുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പം ടൈമിന്റെ കാര്യം കൊണ്ടായാലും നമുക്ക് റിവൈസിന്റെ ചെയ്യാൻ പറ്റുന്ന കാര്യം കൊണ്ടായാലും സൈലം ഹൈബ്രിഡ് ഭയങ്കര എഫക്റ്റീവ് ആയ മെത്തേഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പം അത് പുതിയ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പോസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത്ര വട്ടം വീണ്ടും അത് റീപ്ലേ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അത്രയും വട്ടം കേട്ട് നമ്മൾ ഫുൾ കോൺഫിഡൻസിൽ തിരിച്ച് ഓഫ്ലൈൻ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമുക്ക് അറിയാം നമുക്കിത് അറിയോ ഇല്ലയോ എന്ന കാര്യം അറിഞ്ഞ് ക്ലാസ് വെക്കുമ്പോൾ അതൊരു തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസത്തിനുണ്ട്. സമയത്ത് തീർച്ചയായും വ്യത്യാസം വന്നിട്ടുണ്ട്. തുടക്ക സമയത്ത് നമുക്ക് അറിയില്ല, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം നമുക്ക് അറിയുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് കേട്ട് പഠിച്ച് വന്നെഴുതുന്ന എക്സാം ആണ്. അപ്പോൾ അറിയാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, അതിങ്ങനെ നമുക്ക് മനസ്സിലാകും നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്. കൂടുതൽ നമുക്ക് ടൈം മാനേജ്മെന്റ് തീർച്ചയായും കുറഞ്ഞു വരും. ഇത്രയും കാലത്തെ പ്രാക്ടീസ് കൊണ്ട് ടൈം മാനേജ്മെന്റ് കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്കറിയാം ഇത്ര സമയത്തുള്ള ചെയ്ത് തീർക്കണം വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കും. GAB ശരിക്കും നമ്മുടെ ഒരു മെയിൻ JEക്കുള്ള പ്രാക്ടീസ് തന്നെയാണ്. ശരിക്കും JE എങ്ങനെ നടക്കുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് GAB നടക്കുന്നത്. അതും ശരിക്കും JE നടക്കുന്ന സെന്റേഴ്സ് തന്നെയാണ് നമുക്ക് GAB ഇപ്പം നടത്തി വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസും എന്തായാലും ശരിക്കും JE എങ്ങനെയാണോ അതേ മോഡൽ തന്നെ ആകുമ്പോൾ നമുക്ക് മെയിൻ JEയിൽ ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്ക് അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ഏത് രീതിയിലാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ GABന്റെ മെയിൻ അട്രാക്ഷൻ തന്നെ ശരിക്കും JEന്റെ പാറ്റേണിൽ CBT എക്സാമിൽ തന്നെയാണ്. ഒന്നാമത്തെ GAB കഴിയുമ്പോൾ മനസ്സിലായി നമ്മളെ ലെവൽ എത്രത്തോളം ഉണ്ടാകും, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്നാമത് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ ഏത് രീതിയിൽ പഠിക്കണം, PYQs ആണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് രീതിയിൽ പഠിക്കണം, നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്ന് മനസ്സിലായി. നമ്മൾ ഇത്ര കുട്ടികളെ ഇടയ്ക്ക് നമ്മളെ മാർക്ക് കാണുമ്പോൾ നമ്മൾ എത്രത്തോളം മുന്നിലെത്താനുണ്ട്, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടാൽ മാത്രം അത് നടക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും JEയിൽ സെന്ററിൽ എത്തുമ്പോൾ പാനിക് ആവാതെ എങ്ങനെ നമുക്ക് എക്സാമിനെ മാനേജ് ചെയ്യാമെന്നുള്ളൊരു കാര്യം പഠിക്കാൻ പറ്റും GAB എഴുതുന്നതോടെ.